മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി SIT പോറ്റിയുമായി ബന്ധമുള്ള ഡി മണിയെ കണ്ടെത്തി. പ്രാഥമികമായി മൊഴി രേഖപ്പെടുത്തി. ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. ഇടനിലക്കാരൻ വിരുത് നഗർ സ്വദേശി ശ്രീകൃഷ്ണനെയും തിരിച്ചറിഞ്ഞു. ദിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണ് ഡി മണി എന്നറിയപ്പെടുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താനും ഇവർ ആസൂത്രണം നടത്തിയെന്നാണ് സൂചന. ഡി മണിയെ പോറ്റിക്ക് പരിചയപ്പെടുത്തിയത് ജയലളിതയുമായി ബന്ധമുള്ളവരെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, വളരെ നിർണായകമായ ഒരു കണ്ടെത്തലാണ് SIT നടത്തിയിരിക്കുന്നത്. ഇനി അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കും? ഡി മണിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കാനുള്ള സാധ്യതയില്ലേ? അനുശ്രീ, അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ സംഘവുമായി ബന്ധപ്പെട്ട്, വിഗ്രഹ കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടെന്ന അതിശക്തമായ ആരോപണം നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ചില സംശയങ്ങൾ ഹൈക്കോടതി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഡി മണിയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് SITയുടെ ഒരു നിർണായക നീക്കമെന്ന് തന്നെ പറയാം. പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഡി മണി. ദിണ്ടിഗൽ സ്വദേശി ബാലമുരുകൻ എന്നാണ് ഇയാളുടെ പേര്. അവിടെ ബിസിനസ് നടത്തുന്ന ആളാണ്. ഈ സ്വർണവുമായി അല്ലെങ്കിൽ വിഗ്രഹങ്ങളുമായൊക്കെ ബന്ധമുള്ള ആളാണ്. ജയലളിതയുടെ അടുപ്പക്കാരാണ് ഡി മണിയെ പോറ്റിയുമായി പരിചയപ്പെടുത്തിയതെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്തുന്നതടക്കമുള്ള ചില കാര്യങ്ങൾ പോലും ഇവർ ആസൂത്രണം ചെയ്തിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല, നേരത്തെ തന്നെ ചില വിവരങ്ങളുണ്ടായിരുന്നു. പഞ്ചലോക വിഗ്രഹങ്ങൾ ഈ സംഘം കടത്തിയെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് ശബരിമലയുമായി ബന്ധപ്പെട്ടല്ല, മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിലേതാണോ, കേരളത്തിലും തമിഴ്നാട്ടിലും ഈ തരത്തിലുള്ള വിഗ്രഹമോഷണം നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. മാത്രമല്ല, ഡി മണിയുടെ സുഹൃത്ത് ശ്രീകൃഷ്ണൻ വിരുത് നഗർ സ്വദേശിയാണ്. ഇയാളും ഇടനിലക്കാരനായി പ്രവർത്തിച്ച ആളാണ്. ഇയാളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഡി മണിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണ സംഘം കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നേരത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ആളുകളെ ചോദ്യം ചെയ്യുമെന്ന് അവരെ വിളിക്കാനുള്ള തീരുമാനം, അവരെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കൂടി അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ്. ഇതിൽ പത്മകുമാറിൻ്റെ അറസ്റ്റ് കൊണ്ട് മാത്രം കാര്യങ്ങളായില്ല, അല്ലെങ്കിൽ N വാസുവിൻ്റെ അറസ്റ്റ് കൊണ്ട് മാത്രം കാര്യങ്ങൾ നടപടി പൂർത്തിയാകില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല, ഈ കേസ് അട്ടിമറിക്കുന്നതിന് സംസ്ഥാനത്തെ 2 മുതിർന്ന ADGPമാരുടെ ഭാഗത്ത് നിന്ന് നീക്കം നടക്കുന്നുവെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുകയും ചെയ്തു. ഈ കേസിലെ തിമിംഗലങ്ങളെ പിടികൂടണം, വൻ സ്രാവുകളെ പിടികൂടണം എന്ന കാര്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശമായി ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, ഇപ്പോൾ ഈ EDക്ക് വിവരങ്ങളെല്ലാം തന്നെ കൈമാറാനുള്ള കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ EDയുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ SITക്ക് മേൽ സമ്മർദ്ദം ഉണ്ടെങ്കിൽ കൂടി ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്വേഷണം പിന്നാക്കം പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതും SITയുടെ അന്വേഷണം തൃപ്തികരമാണ്, അതിലാർക്കും പരാതിയില്ല. SITക്ക് മേൽ സമ്മർദ്ദമുണ്ട് എന്ന്, അല്ലെങ്കിൽ SITയുടെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നത്. പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണമാണ് SIT നടത്തുന്നതെന്ന കാര്യമാണ് മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം കൂട്ടിച്ചേർത്തത്. അനുശ്രീ, വിനോദ്, അതുപോലെ ഈ ശബരിമല പോലുള്ള, പത്മനാഭസ്വാമി ക്ഷേത്രം പോലുള്ള ഹൈ സെക്യൂരിറ്റി ഉള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിൽ വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഈ പിന്നിലുള്ള ഉന്നതരെന്ന് പറയുന്നവർ അത്ര നിസ്സാരക്കാരായിരിക്കില്ല എന്ന് തന്നെ വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും തുടക്കം മുതൽ തന്നെ ഹൈക്കോടതി ഉൾപ്പെടെ ഉള്ള കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നൊരു സംശയമാണ് ഈ അന്താരാഷ്ട്ര സംഘത്തിൻ്റെ ഇടപെടൽ. അത് ഏറെക്കുറെ തെളിയുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇതൊരു ചെറിയ റാക്കറ്റല്ല, ചെറിയ ശൃംഖലയല്ല. ഓരോ ദിവസം കഴിയും തോറും പുതിയ ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരികയാണ്. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നു. ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ ഒരു നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ബാംഗ്ലൂരിലേക്കൊക്കെ ശബരിമലയിൽ നിന്നുള്ള കട്ടളപ്പാളുകൾ കൊണ്ടുപോയെങ്കിൽ പോലും തമിഴ്നാട്ടിൽ നിന്നുള്ള ചില നീക്കങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായി കണക്കാക്കുന്നത്. കാരണം ഈ അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘം പ്രവർത്തിക്കുന്നത് തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും. അവരുടെ നെറ്റ്വർക്ക് പല കേന്ദ്രങ്ങളിലുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെയാണ് കേരളത്തിലെ സംഭവ വികാസങ്ങളെ നമ്മൾ നോക്കിക്കാണാൻ ശബരിമലയിൽ നടന്നതും അതിൻ്റെ തുടർച്ചയായി തന്നെ എന്ന് വേണം കരുതാൻ. ബാംഗ്ലൂരിലും ഈ സംഘത്തിൻ്റെ നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷൻ്റെ ഉടമയെയും അതോടൊപ്പം തന്നെ ജുവല്ലറി ഉടമയെയും ഒക്കെ തന്നെ പോലീസ് നേരത്തെ ചോദ്യം ചെയ്യുകയും ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡിൽ വിടുകയും ചെയ്യുന്ന സാഹചര്യം
സാഹചര്യമുണ്ടായിരുന്നു. ഇവർക്കൊക്കെ തന്നെ ഇതിൽ നിർണായകമായ പങ്കുണ്ട്. ഇവരുടെ മൊഴികൾ വ്യക്തമല്ല. SIT തന്നെ പറയുന്നത് അന്വേഷണവുമായി ജ്വല്ലറി ഉടമയും അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻ്റെ CEOയും ഒക്കെ തന്നെ സഹകരിക്കുന്നില്ല എന്ന കാര്യമാണ്. കാരണം അവർ പലതും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. സ്വർണത്തിൻ്റെ കാര്യത്തിലൊന്നും തന്നെ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നില്ല. കൊണ്ടുപോയ സ്വർണ്ണമല്ല തിരികെ നൽകിയത്, അല്ലെങ്കിൽ പണിക്കൂലിയായി എടുത്ത സ്വർണത്തിന് പുറമേ ഉള്ള സ്വർണം എവിടേക്ക് പോയി എന്നതിനപ്പുറത്തേക്ക് ഈ സ്വർണത്തിൻ്റെ മൂല്യവും വിലയും മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രാധാന്യം കൂടി. ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ കാലങ്ങളായി ഇരിക്കുന്ന വസ്തുവാണ്, ഇതിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലഭിക്കുന്ന വില എത്രയാണ്, അവിടെയാണ് ഈ വിഗ്രഹ കടത്ത് സംഘങ്ങളുടെ ഇടപെടൽ വലിയ തോതിൽ സംശയിക്കപ്പെടുകയും അതിലേക്ക് തന്നെ കാര്യങ്ങൾ അടുക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ സംഭവവികാസങ്ങൾ എത്തുകയും ചെയ്യുന്നത്. ഡി മണി ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. ഡി മണി ഡിണ്ടിഗൽ സ്വദേശിയാണ്. ബാലമുരുകൻ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾക്ക് മറ്റ് പല ബിസിനസ്സുകളും ഉണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ജയലളിതയുടെ ചില അടുപ്പക്കാരാണ് ഡി മണിയെയും പോറ്റിയെയും തമ്മിൽ പരിചയപ്പെടുത്തിയതെന്ന വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അനുശ്രീ, വിനോദ്, അതുപോലെ തന്നെ ഈ ഡി മണിയെ പോറ്റിക്ക് പരിചയപ്പെടുത്തിയത് ജയലളിതയുമായി ബന്ധമുള്ളവരാണെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കൂടുതൽ ആളുകളുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അന്വേഷണം കൂടുതൽ തമിഴ്നാട്ടിലേക്ക് കൂടി നീളാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഇപ്പോൾ SITയുടെ അന്വേഷണമാണ് നടക്കുന്നത്. SITയുടെ അന്വേഷണം തൃപ്തികരമെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും ED ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ CBI അന്വേഷണം പോലും ഈ കേസിൽ വന്നേക്കാം. കാരണം മറ്റ് പല സംസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ ഇവരുടെ ഈ വിഗ്രഹ കടത്ത് സംഘമാണെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അവിടുത്തെ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്റർപോളിൻ്റെയൊക്കെ തന്നെ സഹായം വേണ്ടിവരും. ആ നിലയ്ക്കാണെങ്കിൽ CBI അന്വേഷണം ഈ കേസിലേക്ക് എത്തുമെന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ എപ്പോഴേക്ക് ഈ അന്വേഷണം ഉണ്ടാകും എന്നതിൽ മാത്രമേ സംശയമുള്ളൂ. SITയിൽ നിന്ന് ഈ കേസ് കൂടുതൽ മുകളിലേക്കുള്ള ഏജൻസികളിലേക്ക്, കേന്ദ്ര ഏജൻസികളിലേക്ക് പോകുമെന്നത് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. അതുതന്നെയാണ് ED അന്വേഷണം ഈ കേസിൽ വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണവും. അവിടെ സാമ്പത്തികമായ കാര്യങ്ങൾക്കപ്പുറം ഗുരുതരമായ കുറ്റകൃത്യം, മോഷണം പോലുള്ള കുറ്റകൃത്യം അല്ലെങ്കിൽ വളരെ വിലപിടിപ്പുള്ള വിഗ്രഹങ്ങൾ കവർന്നു എന്ന മൊഴികളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലും ഉണ്ടായാൽ ഈ കേസിലേക്ക് CBI വരുമെന്ന കാര്യം 100% ഉറപ്പാണ്. അതിന് എത്ര സമയമെടുക്കും, അതിൻ്റെ കാലതാമസം ഏതുവരെ എന്നത് മാത്രമേ മുന്നിൽ അവശേഷിക്കുന്ന ചോദ്യമായുള്ളൂ. ഏതായിരുന്നാലും അന്തർ സംസ്ഥാന ആളുകൾ ഉൾപ്പെടുന്ന തരത്തിലേക്ക് ഇതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ്. ഹൈക്കോടതി പറഞ്ഞതുപോലെ തന്നെ ഇതിലെ വമ്പൻ സ്രാവുകൾ എവിടെ എന്ന ചോദ്യം, അവരെ പിടികൂടണമെന്ന ഹൈക്കോടതിയുടെ പരാമർശം അതൊരു വെറും പരാമർശമല്ല. കൃത്യമായി ഈ തട്ടിപ്പിൻ്റെ ആഴവും പരപ്പും വ്യക്തമുള്ളത് കൊണ്ട് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായത്. ഏതായിരുന്നാലും ഈ ഡി മണിക്കപ്പുറത്തേക്ക് കേസിൻ്റെ അന്വേഷണം പോകുമ്പോൾ ഇതിൽ ആരൊക്കെ ഇടപെട്ടു, ഇനി മറ്റ് ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, വിഗ്രഹ കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരും. ഏതായിരുന്നാലും ഇപ്പോൾ നടന്നിരിക്കുന്നത് വളരെ സുപ്രധാനമായൊരു നീക്കമാണ്. മാത്രമല്ല, മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ KP ശങ്കരദാസ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘം വിളിപ്പിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ നേരത്തെയുള്ള ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭാരവാഹികളായിരുന്ന ആളുകളൊക്കെ തന്നെ അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ് ഇതിൻ്റെ ഗൂഢാലോചന നടന്നതെന്നത് വ്യക്തമാകേണ്ടതുണ്ട്. ആരൊക്കെയാണ് ഈ മഹസറിൽ തിരിമറി നടത്തുന്നത് മുതൽ വിഗ്രഹക്കടത്താണെങ്കിൽ ആ എൻഡ് വരെ സഞ്ചരിച്ചതിൽ ആരൊക്കെയുണ്ട്, ആരൊക്കെ ഇടപെട്ടു, ഏതൊക്കെ സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, കേരളത്തിൽ നിന്ന് എത്ര പ്രധാനപ്പെട്ടവർ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചു എന്നതടക്കമുള്ള ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ SIT വളരെ പ്രധാനമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു. ഇതിൽ ഡി മണി എന്ന പോറ്റിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് ഈ കേസിൽ ഒരു നിർണായകമായ കാര്യമാണ്. അനുശ്രീ, ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അങ്ങനെ നിർണായകമായ നീക്കം നടത്തിയിരിക്കുകയാണ്. ഡി മണിയെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഉള്ള SITയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് വരും ബുള്ളറ്റിനുകളിൽ നമുക്കറിയാം. VV വിനോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.